എടാ പിന്നെ ഇപ്പോഴത്തെ എനിക്കറിയില്ല. മീൻസ് ഒരു 10, 13, 14, 15 വയസ്സ് മുതൽ പിള്ളേർക്ക് ലവേഴ്സ് ഉണ്ട്. അതുതൊട്ടൊരു 25 വരെയുള്ള പിള്ളേർ അവർ വേറൊരു ലോകമാണ്. ആ ലോകത്തിലേക്ക് ഞാൻ ഇറങ്ങി ചെന്നിട്ടില്ല. അവർക്ക് സിൻസിയാരിറ്റി ഒന്നുമില്ല, എനിക്കത് തോന്നിയിട്ടുണ്ട്. അവർക്കിപ്പോൾ ഇന്ന് ലവർ പൊളിഞ്ഞാൽ അവരടുത്ത ലവർ അവർ ലവ് അങ്ങനെ ഭയങ്കര ഡീപ്പായിട്ട് കൊണ്ടുപോകുന്നൊന്നുമില്ല. അവർ ജസ്റ്റ് ഫോൺ ചെയ്യുന്നു, അവരങ്ങ് വെക്കുന്നു. ഭയങ്കര സിൻസിയാരിറ്റി ഇല്ല ഇപ്പോഴത്തെ ലവേഴ്സിന്. പിന്നെ ഒരാളെന്നോട് ചോദിച്ചു, എന്തിനാണ് പിന്നെ ലവറിൻ്റെ പുറകെ ബഗ് ചെയ്ത് നടക്കണേന്ന്. ചിലർക്ക് ലവർ ഇല്ലാണ്ട് പറ്റിയെന്ന് വരും, ലവർ അല്ലാണ്ട് പറ്റാത്തൊരവസ്ഥ വരും. മനസ്സിലായോ? അത് ഒന്ന് ഭയങ്കര സീരിയസ് ആയിട്ട് പ്രണയിച്ചാൽ അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പം അങ്ങനെയുള്ളവർ വേണമെങ്കിൽ മാത്രമേ ബഗ് ചെയ്ത് പുറകെ പോകേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ ഇവള് പോയി അടുത്ത കിട്ടും എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബഗ് ചെയ്യണ്ട. പിന്നെ സിൻസിയറിറ്റി ഉള്ള ലവേഴ്സ് കിട്ടുന്ന ലക്കാണ്. മനസ്സിലായോ? ഇപ്പോൾ ഉള്ള ഏജിൽ ലക്കാണ് പിള്ളേർക്ക് കിട്ടുന്നത്. 25 മുതൽ നിങ്ങൾ ബോയ്സ് സീരിയസ് ഒന്നും അല്ല. ഒരു 35 ഒക്കെ കഴിഞ്ഞാൽ ഒരു 30 വരെ നിങ്ങൾക്ക് എല്ലാം നിങ്ങൾ ആൺപിള്ളേർ ഒന്നിനും ഒരു സീരിയസ്നെസ് ഇല്ലാത്ത മട്ടിലാണ്. ഒരു 30+ ഒക്കെ കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് അയ്യോ ഒന്നും നശിപ്പിക്കേണ്ടിയിരുന്നില്ല എന്നൊക്കെ തോന്നുള്ളൂ. അല്ലാതെ നിങ്ങൾ ആൺപിള്ളേർ ഇവള് പോട്ടെ അടുത്തത് കിട്ടുമെന്നുള്ള ചിന്തിച്ച് നടക്കും. കിട്ടാണ്ട് കുറേ നാൾ നടന്നാലും നിങ്ങൾക്ക് ആ ടെൻഷൻ ഉണ്ടാവില്ല. കാരണം നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കമ്പനി അടിച്ച് ചിലപ്പോൾ വെള്ളം അടിച്ച് ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ വന്ന് കിടന്നങ്ങ് ഉറങ്ങും. മനസ്സിലായോ? അപ്പം പിള്ളേരുടെ മൈൻഡ് അങ്ങനെയല്ല. ഞാൻ ഒരു 23 ഏജിന് കഴിഞ്ഞിട്ടുള്ളവരെ ഞാൻ പറയുന്നത്, 25 ഏജ് കഴിഞ്ഞിട്ടുള്ളവരുടെ ഞാൻ ഈ പറയുന്നത്. അവർക്ക് ഒരാളെ സ്നേഹിച്ച് കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും മൈൻഡിൽ. പിണങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് പിണങ്ങിയിരിക്കാൻ സാധിക്കില്ല. അവരെപ്പോഴും ഇതെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. എന്തിനാ പിണങ്ങി, അയ്യോ വിളിച്ചില്ലല്ലോ മിണ്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കും. പിന്നെ ജാട കാരണം ഭയങ്കര പോസസീവ്നെസ്, ജാടയും മിണ്ടാമടിയും. ഞാൻ അങ്ങനത്തെ കൂട്ടത്തിലാട്ടെ. ഞാൻ തെറ്റ് ചെയ്താലും എനിക്ക് മിണ്ടാൻ ഭയങ്കര മടിയാണ്. ഞാൻ അങ്ങനെ കലിതുള്ളിയിരിക്കും, പിണങ്ങിയിരിക്കും. എത്ര ദിവസം വേണമെങ്കിലും ഞാൻ പിണങ്ങിയിരിക്കുന്നത്. ഞാൻ ഉള്ളിൽ കരഞ്ഞുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? ഒരാളോട് പിണങ്ങി ഞാനിവിടെ കരഞ്ഞ് ഞാൻ ചത്ത്. മനസ്സിലായോ? എന്നാലും ഞാൻ വിളിക്കില്ല, മിണ്ടൂല. അങ്ങനത്തെയൊക്കെ സ്വഭാവമാണ്. അതുപോലെയുള്ള പെൺപിള്ളേരുണ്ടാവാം. ചില പെൺപിള്ളേർ വിളിച്ച് സോറി പറയുമായിരിക്കാം, ചില പെൺപിള്ളേർ വിളിച്ചിട്ട് തെറി വിളിക്കാതിരിക്കും, ചില പെൺപിള്ളേർ വിളിച്ചിട്ട് മിണ്ടാൻ വേണ്ടിയിട്ട് പറയും ഇനിമേലെ നീ എന്നെ വിളിച്ച് വരുത്, എനിക്ക് നിന്നെ ഒരു കാരണമില്ലാണ്ട് വിളിച്ചിട്ട് പറയും ഇനിമേലെ നീ എന്നെ വിളിച്ചിട്ട്